13 മരണം എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് LNGP ആശുപത്രിയിൽ നിന്നാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം അവിടെ ഡോക്ടേഴ്സുമായി അതുപോലെ അവിടെ ചികിത്സയിൽ കഴിയുന്നവരുമായും സംസാരിക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ അവിടെ എത്തി നേരത്തെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടേക്ക് വരുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ സ്ഫോടനത്തിനിടയായ സാഹചര്യം എന്താണ് എന്നതിൽ വൈകാതെ ഒരു വ്യക്തത വരും. ഒരു ഹ്യുണ്ടായി i20 വാഹനമാണ് പൊട്ടിത്തെറിച്ചത് എന്നത് ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് വളരെ സാവധാനം റോഡിലൂടെ നീങ്ങുകയായിരുന്നു. ട്രാഫിക്കിൽ റെഡ് സിഗ്നൽ വന്നപ്പോൾ ആ വാഹനം നിർത്തി. തൊട്ടു പിന്നാലെ അതിൽ വലിയ സ്ഫോടനമുണ്ടായി. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളിലേക്ക് തീ പടർന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. സ്ഫോടനത്തിന് ശേഷമുള്ള സാഹചര്യം അതാണ് എന്ന് ഡൽഹി പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. 3 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചിതറിപ്പോയി എന്ന് ചില വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. അത് ഔദ്യോഗികമല്ല. ഞാൻ ഈ പറഞ്ഞ ആ വിവരവും ഔദ്യോഗികമല്ല. അത് ദൃക്സാക്ഷികളെയൊക്കെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ കൂടി വൈകാതെ വരേണ്ടതുണ്ട്. എന്തായാലും രാജ്യമാകെ വലിയ ജാഗ്രതയിലാണ്. സാധാരണ ഒരു വൈകുന്നേരമായിരുന്നു യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:50 വരെ ഡൽഹി. പൊടുന്നനവേ 6:55 ഈ സ്ഫോടനം ഉണ്ടാകുന്നതോടുകൂടി സാഹചര്യം ആകെ മാറിമറിയുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യമാകെ ആ സാഹചര്യം പെട്ടെന്ന് ഉൾക്കൊണ്ട് വലിയ ജാഗ്രതയിലേക്ക് ജനപഥങ്ങൾ, ഇപ്പോൾ ആളുകൾ എത്തുന്ന എല്ലാ സ്ഥലങ്ങളും മാറി. വലിയ പരിശോധന ഒക്കെ നടക്കുന്നു രാജ്യമാകെ. അതിപ്പോഴും രാത്രി വൈകിയും തുടരുകയാണ്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് LNGP ആശുപത്രിയിൽ നിന്ന്. അജീഷ്, നേരത്തെ അജീഷ് സംസാരിക്കുമ്പോഴാണ് സാങ്കേതിക പ്രശ്നമുണ്ടായത്. അജീഷിന് തുടരാം. വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ LNGP ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മുന്നോടിയായിട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഡൽഹി സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് മാത്രമാണ് ദൂരമുള്ളത് LNGP ആശുപത്രിയിലേക്ക്. അത്രയ്ക്കധികം സുരക്ഷ ഒരുക്കിയതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രിക്ക് ഇങ്ങോട്ടേക്ക് വഴിയൊരുക്കിയത്. എന്തായാലും ആഭ്യന്തരമന്ത്രി പരിക്കേറ്റവരെ അടക്കം ആഭ്യന്തരമന്ത്രി നേരിട്ട് കാണും, അവരോട് സംസാരിക്കും. ഈ മരിച്ചവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരുമായി ആഭ്യന്തരമന്ത്രി സംസാരിക്കും, അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സാങ്കേതിക പ്രശ്നം തുടരുന്നുണ്ട്. നമുക്ക് അത് പരിഹരിച്ച് വീണ്ടും ഡൽഹിയിലേക്ക് ആശുപത്രിയിലേക്ക് LNGP ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട്. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. ബൽറാം നിൽക്കുന്നത് ഈ സ്ഫോടനം നടന്ന ആ മേഖലയിലാണ്. അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ അന്വേഷണ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതാണ്. അവിടെ വിവിധ അന്വേഷണ ഏജൻസികൾ, അതിൻ്റെ തലവന്മാർ ആഭ്യന്തരമന്ത്രിയെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സന്ദേശം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. ബൽറാം, കേൾക്കാമെങ്കിൽ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഒരു സ്ഥിരീകരണത്തിന് എന്തെങ്കിലും തരത്തിൽ കൂടുതൽ വിശദീകരണത്തിന് ഡൽഹി പോലീസ് തയ്യാറായിട്ടുണ്ടോ? ഈ CISF ഒക്കെ കൂടുതൽ നിർദ്ദേശങ്ങൾ രാജ്യവ്യാപകമായി നൽകി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ. വിജയകുമാർ, ഈ ഘട്ടം വരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഇല്ല. മരണസംഖ്യയോ സംബന്ധിച്ചും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന ആഭ്യന്തരമന്ത്രിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിക്കുന്നു. അത് 13 മരണങ്ങളാണ് എന്നാണ് ആശുപത്രിയിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം വിജയകുമാർ, നമുക്ക് ഈ ദൃശ്യങ്ങൾ, ഈ അപകടം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഫോറൻസിക് സംഘം, NIA സംഘം ഉൾപ്പെടെയുള്ളവർ, NSG സംഘം എന്നീ 3 സംഘങ്ങൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഫോടനത്തിൽ തകർന്ന വാഹനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ഒരു ഇടത്താണ് സ്ഫോടനം ഉണ്ടായത്. അതിൽ സമീപത്തായി ആ ലൈറ്റ് കത്തിച്ചിരിക്കുന്ന ആ ഇടത്ത് അവിടെയാണ് ആ i20 വാഹനം, ഹുണ്ടായി i20 വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ ഛിന്നം ഭിന്നമായി. അത് ഏത് വാഹനം അല്ലെങ്കിൽ അതൊരു വാഹനമായിരുന്നോ എന്ന്
എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചെറിയ കഷ്ണങ്ങളായി, ഇരുമ്പ് കഷ്ണങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് 100 മീറ്ററോളം അകലേക്കും തെറിച്ചു വീണിട്ടുണ്ട്. അതിന്റെ ഒരു സ്കെൽട്ടൻ മാത്രമാണ് ഇപ്പോൾ ആ സ്ഫോടനം നടന്ന ഇടത്ത് അവശേഷിക്കുന്നത്. അതിലാണ് പരിശോധന നടത്തുന്നത്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്തെ അവശിഷ്ടങ്ങൾ, വാഹനാവശിഷ്ടങ്ങളിൽ നിന്നും ആ സ്ഫോടനത്തിന്റെ ശേഷി, എത്രത്തോളം ഉഗ്രശേഷിയുള്ളതായിരുന്നു സ്ഫോടനം എന്ന് വ്യക്തമാണ്. കാരണം ഒരു വാഹനം, ഒരു കാർ തകർന്ന് ചെറു ചീളുകളായി മാറിയിരിക്കുന്നു. അതിന്റെ സ്കെൽട്ടൻ മാത്രമാണ്, അതും ചിഹ്നം ഭിന്നമായി കിടക്കുന്ന നിലയിലാണ് ഇവിടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.